സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പറഞ്ഞാൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതായത് നമുക്ക് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസീസ് ഉണ്ടല്ലോ. അപ്പൊ അത് 1968-ലും 1986-ലും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 1992-ല് ഈ 1986-ന്റേത് റിവ്യൂ ചെയ്യാൻ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ 2020-ൽ വന്നത്. പക്ഷെ നമ്മൾ ഈ 2020 ഞാൻ അന്ന് വെബിനാർ എടുക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അത് നമ്മൾ ഒന്നുകൂടി പഠിക്കും. പക്ഷെ ഈ സെഷനിലല്ല. ഈ സെഷനിൽ നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളായിരിക്കും പഠിക്കുന്നത്. നെക്സ്റ്റ് സെഷനിൽ നമുക്ക് എന്തായാലും NEP-നെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോ NEP-ന്ന് അടിച്ച് ലൈക്ക് സെർച്ച് ബട്ടണിൽ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നതായിട്ട് കാണാൻ പറ്റും. സോ അത് നമ്മൾ എന്തായാലും വിത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ എന്തായാലും നെക്സ്റ്റ് സെഷനിലോ അല്ലെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് സെഷനിലോ നമ്മളത് പഠിക്കും. കാരണം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പം ഈ സെഷനിൽ നമ്മൾ MHRD ഉണ്ടല്ലോ എന്ന മേജർ ഇനിഷ്യേറ്റീവ്സ്, പിന്നെ ഈ പോളിസീസ്, അതിനെ പറ്റിയായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഞാൻ കുറച്ച് മീൻസ് റെലവെന്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കൊന്ന് തുടങ്ങാം. സോ നമുക്ക് സ്പെസിഫൈഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ളത് പോലെ 6 മുതൽ 14 വരെയുള്ള കുട്ടികൾക്ക് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം. അത് ഇതിന്റെ വൺ ഓഫ് ദി കീ റെക്കമെൻഡേഷൻസിൽ ഒന്നാണ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ബെറ്റർ ട്രെയിനിങ് ആൻഡ് ക്വാളിഫിക്കേഷൻ ഓഫ് ടീച്ചേഴ്സ്. ടീച്ചേഴ്സിന് അവരുടെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കാം. പിന്നെ മൂന്നാമത്തെ പോയിന്റ്, നമ്മളിന്ന് കുറച്ച് ഫാസ്റ്റ് ആയിട്ടായിരിക്കും പോകുന്നത്. ഏകദേശം 57 സ്ലൈഡ് ഉണ്ട്. ഈ 57 സ്ലൈഡും കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും പോകുന്നത്. സോ പിന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് മോർ അറ്റൻഷൻ ഓൺ ലേണിംഗ് ഓഫ് റീജിയണൽ ലാംഗ്വേജസ്. റീജിയണൽ ലാംഗ്വേജസിന് കുറച്ചുകൂടി ഫോക്കസ് കൊടുക്കും. മാത്രമല്ല ത്രീ ലാംഗ്വേജ് ഫോമുലയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തു. ഈ ത്രീ ലാംഗ്വേജ് ഫോമുല എന്ന് പറഞ്ഞാല് ഇപ്പൊ സൗത്ത് ഇന്ത്യയിൽ നമുക്കറിയാം കുട്ടികൾ പ്രധാനമായിട്ട് 3 ലാംഗ്വേജ് പഠിക്കണം. ഇപ്പൊ സൗത്ത് ഇന്ത്യയിലുള്ള കുട്ടിയാണെങ്കിൽ കമ്പൽസറി ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കണം. അതുപോലെ തന്നെ അവരുടെ സൗത്ത് ഇന്ത്യയിൽ ഇല്ലാത്തൊരു ലാംഗ്വേജ്, അത് മിക്ക സമയത്തും ഹിന്ദി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് ആയിരിക്കാം. പിന്നെ അവരുടെ റീജിയണൽ ലാംഗ്വേജ്, ഇപ്പം കേരളത്തിലാണെങ്കിൽ അത് മലയാളം ആയിരിക്കും. വേറെ ഇപ്പം നോർത്ത് ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ അവർ ഹിന്ദി പഠിക്കണം. അതുപോലെ വേറെ ഏതെങ്കിലും സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജ് പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം, അങ്ങനെ ആയിരിക്കും. പക്ഷേ നമ്മുടെ ഈ തമിഴ്നാട് ഗവൺമെന്റ് ഈ ത്രീ ലാംഗ്വേജ് ഹോമിലേക്ക് എതിരാണ്. അതുകൊണ്ട് ഈ നവോദയ വിദ്യാലയങ്ങളൊന്നും അവര് പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഒരു അഡീഷണൽ പോയിന്റ് ആയിട്ട് പറഞ്ഞതാണ്. നമ്മൾ അടുത്ത സ്ലൈഡ് പഠിക്കുന്ന സമയത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്യും. വളരെ റെലവെന്റ് അല്ല. ഫോർ നിങ്ങളുടെ ഇതിനു വേണ്ടി പറഞ്ഞു. സോ ദ പോളിസി ഓൾസോ സ്റ്റിമുലേറ്റഡ് ദ ടീച്ചിങ് ഓഫ് ദി ഏൻഷ്യൻ സംസ്കൃത് ലാംഗ്വേജ്. അപ്പം സംസ്കൃത ഭാഷ കൂടി കുട്ടികൾ പഠിക്കണം. അതിനു വേണ്ടിയിട്ടും കൂടി ഈ ഒരു പോളിസി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അത് കാരണം എന്ന് വെച്ചാൽ സംസ്കൃതം ഇന്ത്യയുടെ കൾച്ചറിന്റെ ഹെറിറ്റേജിന്റെ ഒരു ഭാഗമാണല്ലോ. അതുകൊണ്ട് അതുകൂടി ഇത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ദ NP ഓഫ് 1968 ഓൾസോ ഇൻക്ലൂഡ് ഇൻക്രീസ് ഇൻ എഡ്യൂക്കേഷൻ സ്പെൻഡിങ് ടു 6% ഓഫ് ദി നാഷണൽ ഇൻകം. നമ്മള് മുന്നേ ഒരുപാട് തവണ പറഞ്ഞതാണ്. എപ്പോഴും ഈ നമ്മളെ എന്താ നാഷണൽ ഇൻകത്തിന്റെ 6% എഡ്യൂക്കേഷന് മാറ്റിവെക്കണമെന്ന് പല കമ്മിറ്റികളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോഴാണ് ഏകദേശം ആ ഒരു റേഞ്ചിലോട്ട് അടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 പറയുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് എത്രയാണ് നമ്മളിപ്പോൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയും. കാരണം അത് മുമ്പേ എടുത്തതാണ്. പക്ഷെ ഇപ്പൊ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് ഓർമ്മയില്ല. നെക്സ്റ്റ് സെഷനിൽ പഠിപ്പിക്കും. ദെൻ അടുത്തത് അതിൽ എത്ര നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇതൊന്നും വലുതായിട്ടൊന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. അടുത്തത് നമ്മളെ 1968 തിരിച്ചിട്ടാൽ എങ്ങനെ 1986. അപ്പം 1986 വന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിന്റെ
നമ്മൾ കുറച്ച് പോയിന്റ്സ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് പറഞ്ഞത് സ്കോളർഷിപ്പ് എക്സ്പാൻഡ് ചെയ്യണം. ഒരുപാട് കുട്ടികൾക്കും കൂടി സ്കോളർഷിപ്പ് കൊടുക്കുന്ന രീതിയിൽ, അതായത് മോണിറ്ററി ബെനിഫിറ്റ് കൊടുക്കുന്ന രീതിയിൽ എക്സ്പാൻഡ് ചെയ്യണം. പിന്നെ അഡൾട്ട് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യണം. അഡൾട്ട് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യണം എന്ന് വെച്ചാൽ നമുക്കിപ്പം സ്കൂൾ ഇയേഴ്സ് കഴിഞ്ഞിട്ട്, അതായത് അല്ലെങ്കിൽ സ്കൂൾ കോളേജ് ഇയേഴ്സ് കഴിഞ്ഞിട്ട് പഠിക്കുന്നതിനാണ് നമ്മൾ അഡൾട്ട് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് ഫോർ എക്സാമ്പിൾ എന്താ പറയാ, 9 to 5 വർക്ക് ചെയ്യാണ്. പക്ഷെ അയാൾക്ക് എന്തെങ്കിലും വേറെ ഏതെങ്കിലും ലാംഗ്വേജ് പഠിക്കണം, ഫോർ എക്സാമ്പിൾ ജർമ്മൻ പഠിക്കണം. അതിനുവേണ്ടി പുള്ളിക്കാരൻ ഈവനിങ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യണം. നമുക്ക് അതിന് എന്താ പറയാ, അഡൾട്ട് എഡ്യൂക്കേഷൻ എന്ന് പറയാം. ദെൻ ദി തേർഡ് പോയിന്റ് ഈസ് എംപ്ലോയിങ് മോർ ടീച്ചേഴ്സ് ഫ്രം SCs ആൻഡ് STs കമ്മ്യൂണിറ്റീസ്, അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബും എന്നുള്ള ടീച്ചേഴ്സിനെ പ്രൊമോട്ട് ചെയ്യണം. മീൻസ് അവരെ കൂടുതലായിട്ട് എംപ്ലോയ് ചെയ്യണം. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ് ഇൻസെന്റീവ്സ് ഫോർ പുവർ ഫാമിലീസ് ടു സെൻഡ് ദയർ ചിൽഡ്രൻ ടു സ്കൂൾ റെഗുലർലി. അപ്പൊ സ്കൂളിൽ അതായത് നമ്മുടെ ഇപ്പം എന്താ പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾ പല സമയത്തും അച്ഛനമ്മമാർ അവരുടെ ജോലിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വീട്ടിൽ തന്നെ നിൽക്കും. അവർക്ക് എന്തിനു പറ്റത്തില്ല, സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. നമ്മൾ ഏതോ ഒരു മലയാള സിനിമയിൽ ഇതുപോലെ കാണിക്കുന്നുണ്ട്, കുട്ടികൾ അച്ഛനമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു പൃഥ്വിരാജിന്റെ സിനിമയാണ്. സോ ഓക്കെ, വീട്ടിൽ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കും അല്ലേ. അപ്പൊ അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പഠിക്കാൻ പോകാൻ പറ്റത്തില്ല. പക്ഷേ ഇവർക്ക് ഇൻസെന്റീവ്സ് കൊടുത്താൽ, പുവർ ഫാമിലീസിന് ഇൻസെന്റീവ്സ് കൊടുത്താല് എന്ത് സംഭവിക്കും, കുട്ടികളെ റെഗുലർ ആയിട്ട് സ്കൂളിൽ വിടാൻ സമ്മതിക്കും. അതാണ് നമ്മുടെ നാലാമത്തെ പോയിന്റ്. ഫോർ പ്രൈമറി എഡ്യൂക്കേഷൻ ദ NP അഡോപ്റ്റഡ് ചൈൽഡ് സെന്റേർഡ് അപ്രോച്ച്. അപ്പം കുറച്ചുകൂടി പ്രൈമറി എഡ്യൂക്കേഷൻ ലെവലിൽ വരുന്ന സമയത്ത് കുറച്ചുകൂടി കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടുള്ള മീൻസ് ചൈൽഡ് സെന്റേർഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാല് നമ്മളിപ്പം നമ്മളിപ്പം കാൽക്കുലേഷൻ പഠിപ്പിക്കുകയാണ് കുട്ടീനെ, 24+17. അത് പഠിപ്പിക്കുന്നതിന് പകരം, അല്ലെങ്കിൽ നമ്പേഴ്സ് 1 2 3 അങ്ങനെ പഠിപ്പിക്കുന്നതിന് പകരം കുട്ടിയെ കുറച്ച് ഒബ്ജക്ട്സ് കൊടുക്കും. എന്നിട്ട് എണ്ണി പഠിക്കട്ടെ, 1 2 3 4 അങ്ങനെ എണ്ണി പഠിക്കട്ടെ. അങ്ങനെ ഒരു ചൈൽഡ് സെന്റേർഡ് അപ്രോച്ചാണ് ഈ 1986 NEP അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. ദെൻ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ഈ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് നെക്സ്റ്റ് സൈഡിൽ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ലോഞ്ച് ചെയ്തത് 1986 NEP പ്രകാരമാണ്. ദെൻ അണ്ടർ ദിസ് പോളിസി ദ ഓപ്പൺ യൂണിവേഴ്സിറ്റി സിസ്റ്റം വാസ് എക്സ്പാൻഡഡ്. അപ്പം ഈ NEP 1986 പ്രകാരമാണ് നമ്മുടെ ഓപ്പൺ യൂണിവേഴ്സിറ്റി സിസ്റ്റം എക്സ്പാൻഡ് ചെയ്തത്. അതുപോലെ തന്നെ ഈ സമയത്താണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്തത്. അതിന്റെ ഇയർ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇത് എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡിന്റെ കുറച്ച് പോയിന്റ്സ് ആണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ഏത് പോളിസി പ്രകാരമാണ് എന്ന് ചോദിച്ചാൽ NEP 1986 എന്ന് നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രൈമറി സ്കൂൾസിന് മിനിമം എസെൻഷ്യൽ ഫെസിലിറ്റീസ് കൊടുക്കണം. പിന്നെ അവിടെ ഇൻഫ്രാസ്ട്രക്ചർ അത്യാവശ്യം നിലവാരമുള്ളതായിരിക്കണം. പിന്നെ ക്ലാസ് റൂമിൽ ബ്ലാക്ക് ബോർഡ് ഉണ്ടാവണം. അത് തന്നെയാണ് ഈ പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ്, ബ്ലാക്ക് ബോർഡ് ഉണ്ടാവണം. പിന്നെ കുട്ടികൾക്ക് ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റിയും ടോയ്ലറ്റ്സും പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിലും ഈ കുട്ടികൾക്കുള്ള ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി, പിന്നെ ബ്ലാക്ക് ബോർഡ്, ടോയ്ലറ്റ് ഫെസിലിറ്റി, ഇതൊക്കെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിലും പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കൊക്കെ ഇതൊക്കെ ഇപ്പൊ സോഷ്യൽ വർക്കിലുള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. പിന്നെ എന്താ, പക്ഷെ ഈ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ആക്ച്വലി റെക്കമെൻഡ് ചെയ്തതെന്ന് പറഞ്ഞാല് രാമമൂർത്തി കമ്മിറ്റിയാണ്. അതായത് നമ്മുടെ 1986 ഈ പോളിസി റിവൈസ് ചെയ്യാൻ വന്നതാണ് ആചാര്യ രാമമൂർത്തി കമ്മിറ്റി. പക്ഷെ നമ്മൾ പറയുന്ന സമയത്ത് 1986 NEP-യിലാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് സജസ്റ്റ് ചെയ്തതെന്ന് പറയാം. ഓക്കെ, പിന്നെ ആചാര്യ രാമമൂർത്തി കമ്മിറ്റി നമ്മൾ നെക്സ്റ്റ് സൈഡ് പറയാം. അതിനു മുമ്പ് 1992 എന്താ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പറ്റി പറയാൻ പോവാണ്. അതെന്ന് പറഞ്ഞാല് എന്താ, ഈ രാമമൂർത്തി കമ്മിറ്റീനെ പോലെ തന്നെ ഇതിനെ റിവ്യൂ ചെയ്യാൻ വന്ന പോളിസി, അല്ലെങ്കിൽ കുറച്ച് ആഡ് ഓൺസ് ആയിട്ട് വന്നതാണ് 1992. NEP 1992 refers to the national policy in education, which was an update and continuation of the earlier national policy in education 1986. അതായത് ഈ 1992 പോളിസി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു അപ്ഡേറ്റ് ആണ്, കണ്ടിന്യൂഷൻ ആണ്, ഒരു അപ്ഡേറ്റ് ആണ് 1986 പിന്നെ ഓൾ ഇന്ത്യ ഇതിനകത്ത് പറഞ്ഞ ഈ 1992 പോളിസീസ് പ്രകാരം പറഞ്ഞെന്ന് പറഞ്ഞാല് ഒരു കോമൺ എൻട്രൻസ് എക്സാം
സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്യണം. എന്തിന്? പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ പ്രോഗ്രാംസിന്, അതായത് എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ പ്രോഗ്രാംസിന് എന്ത് ചെയ്യണം? ഒരു ഓൾ ഇന്ത്യ ബേസിസിൽ എൻട്രൻസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യണം. അപ്പോ അതിനകത്ത് വന്നിട്ടുള്ള, പക്ഷെ ഇതൊക്കെ ഇപ്പൊ എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്താ ഈ സ്റ്റേറ്റ് ലെവൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ ഒന്നും ഇപ്പൊ ഇല്ല. അപ്പോ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാല് ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ, അതായത് JEE. ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒക്കെ എഴുതിയിട്ടുണ്ടാവും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ സമയത്ത്. ഞാനും എഴുതിയിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. അപ്പൊ JEE, പിന്നെ ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാമിനേഷൻ, ഇത് രണ്ടുമാണ് നാഷണൽ ലെവലിൽ കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ സ്റ്റേറ്റ് ലെവൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ, അത് SLE എന്ന് പറയും. ഇത് അത്ര റെലവെന്റ് അല്ല, പക്ഷെ നമ്മൾ ഇതിന്റെ പോയിന്റ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതിനെ പറ്റി പഠിക്കും. സോ നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ രാമമൂർത്തി റിവ്യൂ കമ്മിറ്റിയാണ്. ദ കമ്മിറ്റി എന്തിനാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് പറഞ്ഞാൽ 1986 കമ്മിറ്റിനെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ദ കമ്മിറ്റി ടു റിവ്യൂ ദ നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1986 വാസ് ഫോംഡ് ഓൺ 7 November 1990. അപ്പോ നിങ്ങൾ എന്താ ഓർക്കേണ്ടതെന്ന് വെച്ചാൽ രാമമൂർത്തി കമ്മിറ്റി എന്നാണ് വന്നത്? 1990 വന്നതെന്ന് ഓർക്കണം. ഓക്കെ, ആചാര്യ രാമമൂർത്തി ആയിരുന്നു ഇതിന്റെ ചെയർമാൻ എന്ന് പറഞ്ഞത്. ഇത് പിന്നെ ഇതിനകത്ത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഈ റിവ്യൂ കമ്മിറ്റിന്റെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ, അവരൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാലും അതിന്റെ പേരെന്ന് പറഞ്ഞാൽ ടുവേർഡ്സ് എൻലൈറ്റൻഡ് ആൻഡ് ഹ്യൂമൻ സൊസൈറ്റി. അപ്പൊ നിങ്ങൾ ഈ ടേം എന്ത് ചെയ്ത് വെക്കണം? ഓർമ്മിച്ച് വെക്കണം. അപ്പോ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം, രാമമൂർത്തി കമ്മിറ്റി പ്രൊഡ്യൂസ് ചെയ്ത റിപ്പോർട്ടിന്റെ ടൈറ്റിൽ എന്താണ്? അപ്പൊ നിങ്ങൾ മാറിപ്പോകരുത്, അവർ വേറെ എന്തെങ്കിലുമൊക്കെ തരും, ഹ്യൂമൻ സാക്രിഫൈസ് എന്ന് അങ്ങനെയൊക്കെ തരും, പക്ഷെ നിങ്ങൾ കറക്റ്റ് ഓർത്ത് വെച്ച് എഴുതണം. The committee was appointed to review the national policy on education 1986 and make recommendations regarding the revision of the policy. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെയാണ് ഒരു റിവ്യൂ കമ്മിറ്റി എന്നുള്ള നിലയ്ക്കാണ് ഇത് വന്നത്. പിന്നെ രാമമൂർത്തി കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് ആണ് ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് പ്രകാരം നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്, പിന്നെ നവോദയ വിദ്യാലയ. നവോദയ വിദ്യാലയം എന്ന് പറഞ്ഞാല് കുറച്ച് നല്ല ടാലന്റ് ഉള്ള കുട്ടികൾക്ക് ഒരു എൻട്രൻസ് എക്സാമിനേഷൻ പോലെ കണ്ടക്ട് ചെയ്തിട്ട് ഒരു സ്കൂളിൽ, ഒരു പ്രത്യേക സ്കൂളിൽ, അത് അവർക്ക് അവിടെ താമസിച്ച് പഠിക്കാനുള്ള സൗകര്യം ഉള്ള ഒരു സ്കൂളിൽ കുട്ടികളെ പാർപ്പിച്ച് പഠിപ്പിക്കുന്ന രീതിയാണ് നവോദയ വിദ്യാലയം എന്ന് പറഞ്ഞാൽ. എല്ലാ സ്റ്റേറ്റിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഓരോ നവോദയ വിദ്യാലയം ഉണ്ടായിരിക്കണം. അതാണ് ഈ കമ്മിറ്റിയുടെ മേജർ റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാല്. പക്ഷേ നമ്മുടെ തമിഴ്നാട് എന്ത് ചെയ്തിട്ടില്ല? JNV, അതായത് ജവഹർ നവോദയ വിദ്യാലയം, അതായത് JNVന്റെ ഫുൾ ഫോം എന്തായിട്ടില്ല, പാർട്ടായിട്ടില്ല. കാരണം വെച്ചാൽ അവര് 3 ലാംഗ്വേജ് ഫോർമുലയ്ക്ക് എഗെയിൻസ്റ്റ് ആണ്. പക്ഷെ ഈ തമിഴ്നാടിന്റെ പാർട്ടായ പോണ്ടിച്ചേരിയിൽ എന്തുണ്ട്? നവോദയ വിദ്യാലയങ്ങളുണ്ട്. ഓക്കെ, ദാറ്റ്സ്. പിന്നെ ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് വായിച്ചു വെച്ചാൽ മതി. ഇത് വിമൻ എഡ്യൂക്കേഷനും നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ, ഈ കീ ടേം ഒക്കെ നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ടിക്ക് ചെയ്തിട്ടുണ്ട്, മറക്കരുത്. സോ ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എലിമെന്ററി എഡ്യൂക്കേഷനെ പറ്റിയാണ്. എലിമെന്ററി എഡ്യൂക്കേഷനെ കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയിൽ പ്രധാനമായിട്ടും 3 ബോഡിയാണ്. അത് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, NCERT. അപ്പൊ നമ്മൾ NCERT ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അത് കഴിഞ്ഞിട്ട് CBSE, സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഇത് എന്നാ എസ്റ്റാബ്ലിഷ് ചെയ്തത്, എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്. പക്ഷെ ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും അത് ആൻസർ ചെയ്യാൻ കമന്റ് സെക്ഷനിൽ ജസ്റ്റ് ആൻസർ ഇട്ടാൽ മതി. In the context of higher education, Honorable Supreme Court directed which of the following national body organization to frame and prescribe the course in environment education? അപ്പോൾ നിങ്ങൾ എന്തായിരിക്കും നിങ്ങൾ ആൻസർ എഴുതാൻ പോകുന്നത്? ഓക്കെ, നിങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യും, എന്തെങ്കിലും വൈൽഡ് ഗസ് ചെയ്യുന്നതായാലും. ബി, പിന്നെ മലുഫ മാത്രമേ ഉള്ളൂ ഇവിടെ. ഗൂഗിളിലൊന്നും സെർച്ച് ചെയ്തിട്ടില്ലല്ലോ അല്ലേ നിങ്ങളാരും? ഓക്കെ, ഞാൻ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കൊടുത്തതാണ്. ആക്ച്വലി A ആണ് ആൻസർ. UGC ആണ് 1990 സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യണം, എൻവയോൺമെന്റ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കണം എന്ന് UGCനോട് പറഞ്ഞത്. അപ്പം ഓപ്ഷൻ A ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ്.
നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഓക്കെ, നിങ്ങൾക്ക് സ്ലൈഡ് വിസിബിൾ അല്ലേ? ഓഡിയോ ഓണാക്കിയിട്ട് പറയണേ. വിസിബിൾ ആണ്. ഓക്കെ. സോ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് NCERT പറ്റിയാണ്. അപ്പൊ NCERT 1961 സെപ്റ്റംബർ 1 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ആൻഡ് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലെ ശ്രീ അരബിന്ദോ മാർഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതിനകത്ത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് ഇതിന്റെ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം, പിന്നെ എവിടെയാ വന്നത്, പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ടു അണ്ടർടേക്ക്, പ്രൊമോട്ട് ആൻഡ് കോർഡിനേറ്റ് റിസർച്ച് ഇൻ ഏരിയാസ് റിലേറ്റഡ് ടു സ്കൂൾ എഡ്യൂക്കേഷൻ. സ്കൂൾ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അതിന് വേണ്ടിയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ്, എന്താ ടെക്സ്റ്റ് ബുക്ക്, അതൊക്കെ എന്ത് ചെയ്യുക, വികസിപ്പിക്കുക, പിന്നെ റിസർച്ച് പ്രൊമോട്ട് ചെയ്യുക, ഇതൊക്കെയാണ് NCERT ഫസ്റ്റ് ഫംഗ്ഷൻ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ പ്രിപ്പയർ ആൻഡ് പബ്ലിഷ് മോഡൽ ടെക്സ്റ്റ് ബുക്ക്, സപ്ലിമെന്ററി മെറ്റീരിയൽ, ന്യൂസ് ലെറ്റേഴ്സ് ആൻഡ് ജേർണൽസ് ആൻഡ് ഡെവലപ്സ് എഡ്യൂക്കേഷണൽ കിറ്റ്സ്, മൾട്ടിമീഡിയ, ഡിജിറ്റൽ മെറ്റീരിയൽസ്. അപ്പം ഇത് സിമ്പിൾ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. എന്താ നിങ്ങൾക്ക് തന്നെ അറിയാം, NCERT ടെക്സ്റ്റ് ബുക്ക് നമ്മൾ UPSC പ്രിപ്പറേഷൻ ഒക്കെ നമ്മൾ പിന്നെ എന്താ ഭയങ്കര ഹോളി ഗ്രെയിലായിട്ട് നമ്മൾ എടുത്ത് വെച്ച് പഠിക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ അത്രയും ക്വാളിറ്റി നിലവാരം അതിനുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. സോ അപ്പം അവര് ഇതിന് വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക്, സപ്ലിമെന്ററി മെറ്റീരിയൽ ഒക്കെ പബ്ലിഷ് ചെയ്യുന്നത് NCERT ആണ്. പിന്നെ ഓർഗനൈസ് പ്രീ സർവീസ് ആൻഡ് ഇൻ സർവീസ് ട്രെയിനിങ് ഫോർ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാല് ടീച്ചർ ആവുന്നതിന് മുന്നേ മീൻസ് ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് ആണ് പ്രീ സർവീസ് എന്ന് പറയുന്നത്. പിന്നെ ഇൻ സർവീസ് എന്ന് പറഞ്ഞാൽ ടീച്ചർ ആയി കഴിഞ്ഞാൽ അവർക്ക് ടീച്ചിങ് മെത്തഡോളജീസിനെ പറ്റിയും ടീച്ചിങ് മെത്തേഡ്സിനെ പറ്റിയും ടൂൾസിനെ പറ്റിയൊക്കെ പഠിപ്പിക്കുന്നതാണ് എന്ത് ഇൻ സർവീസ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ. ഐ ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. പിന്നെ നാലാമത്തെന്ന് പറഞ്ഞാല് ആക്ട് ആസ് എ നോഡൽ ഏജൻസി ഫോർ അച്ചീവിംഗ് ദ ഗോൾസ് ഓഫ് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷൻ. ഈ യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷൻ നമ്മൾ പലതവണ പറഞ്ഞതാണ്. എന്താണ് എല്ലാ കുട്ടികൾക്കും എന്താണ് എഡ്യൂക്കേഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലിമെന്ററി എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒരു നോഡൽ ഏജൻസി ആയിട്ട് ആര് പ്രവർത്തിക്കുന്നുണ്ട്? NCERT പ്രവർത്തിക്കുന്നുണ്ട്. സോ ദി നാഷണൽ റിപ്പോസിറ്ററി ഓഫ് ഓപ്പൺ എഡ്യൂക്കേഷണൽ റിസോഴ്സ് ഈസ് മാനേജ്ഡ് ബൈ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി ഓഫ് NCERT. അതായത് ഈ നമ്മുടെ നാഷണൽ റിപ്പോസിറ്ററി ഓഫ് ഓപ്പൺ എഡ്യൂക്കേഷണൽ റിസോഴ്സസ് മാനേജ് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് NCERT തന്നെ ഒരു ബോഡി ആയിട്ടുള്ള സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി ആണ്. ഇതെന്താണെന്ന് നാഷണൽ റിപ്പോസിറ്ററി ഓഫ് ഓപ്പൺ എഡ്യൂക്കേഷൻ റിസോഴ്സ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഈ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അതായത് NCERT തന്നെ ഒരു പാർട്ടാണ്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് ഈ എഡ്യൂക്കേഷണൽ ടെക്നോളജി, അതായത് നമ്മുടെ ഫോർ എക്സാമ്പിൾ വീഡിയോസ്, ഓഡിയോസ്, ഇമേജസ്, ഡോക്യുമെന്റ്സ്, അതൊക്കെ എന്ത് ചെയ്യുക, കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക, അതിലൂടെ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക. അതാണ് ഈ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ടെക്നോളജിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല്. സോ ഇതിനകത്ത് അടുത്ത ഒരു പോയിന്റ്, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ എന്നുള്ളതാണ്. എറിക് ഈസ് എ യൂണിറ്റ് ഇൻ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഓർഗനൈസേഷൻ. ഞാൻ ആൻസർ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാല് ആക്ച്വലി ഈ എറിക് മാനേജ് ചെയ്യുന്നത് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. പക്ഷേ NCERT ഇതിൽ നിന്ന് മെറ്റീരിയൽസ് എടുത്ത് ഉപയോഗിക്കലുണ്ട് ഇന്ത്യയിൽ. എറിക് is a unit within NCERT that provides educational resources and information. It is a comprehensive online digital library of education, research and information. പക്ഷേ നമുക്ക് ഇവിടെ ഏറ്റവും ആപ്റ്റ് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത് NCERT ആണ്. കാരണം അവരാണ് ഇറക്കുന്ന കൂടുതലായിട്ട് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്. സോ അത് നിങ്ങൾ ഓർത്ത് വെച്ചേക്കാം. പക്ഷെ നിങ്ങൾ US ഡിപ്പാർട്ട്മെന്റ് എന്ന് എഴുതി വെക്കുക. അടുത്ത നമ്മൾ CBSE പറ്റി പറയാൻ പോവാണ്. CBSE എസ്റ്റാബ്ലിഷ് ചെയ്തത് 3 നവംബർ 1962 അതായത് നമ്മുടെ NCERT എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അടുത്ത വർഷം 1962 നമ്മൾ എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്തത്? CBSE എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് to plan teaching methods that make learning enjoyable, stress-free, and focused on the child while maintaining good quality education. ഇത് അധികം എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് വിചാരിക്കുന്ന. Then the second point is collect feedback from students, teachers, and others to check and improve the quality of academic activities. അക്കാഡമിക് ആക്ടിവിറ്റീസിന്റെ നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട് ഞാൻ മുന്നേ ഉള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ നാക്കിന്റെ അക്രഡേഷന്റെ സമയത്ത് നമ്മളെ കയ്യിൽ നിന്ന് ഫീഡ്ബാക്ക് വാങ്ങുന്ന പോലെ they will also collect feedback from the students and teachers and others.
പിന്നെന്താണ് to adapt and innovate methods to achieve academic excellence in conformity with psychological, pedagogical and social principle. അതായത് ടീച്ചിങ് കുട്ടികളുടെ നീഡ്സിനനുസരിച്ച് ടീച്ചിങ് മെത്തേഡ്സ് റിവൈസ് ചെയ്യുക. അതാണ് ഈ മൂന്നാമത്തെ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. To adapt and innovate methods to achieve academic excellence in conformity with psychological, pedagogical and social principle. പെഡഗോളജിക്കൽ എന്ന് പറഞ്ഞാല് നമ്മുടെ ടീച്ചിങ് മെത്തേഡ്സിനെയാണ് പെഡഗോളജി എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ഹെൽപ് സ്കൂൾസ് ടു കീപ് റെക്കോർഡ് ഓഫ് സ്റ്റുഡൻസ് പ്രോഗ്രസ് ഇൻ വേസ് ദാറ്റ് ആർ ഈസി ഫോർ ബോത്ത് ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. അതായത് കുട്ടികളുടെ പ്രോഗ്രസ് നമുക്കിപ്പോ സ്കൂളിലായാലും ഒരു കാർഡ് ഉണ്ടല്ലോ, അതിനെന്താ പറയുന്നത് ഞാൻ മറന്നുപോയി. നമ്മൾ PTA മീറ്റിങ്ങിനൊക്കെ ഒരു കാർഡ് കൊടുക്കുമല്ലോ, അതുപോലത്തെ ഒരു സിസ്റ്റമാണ്. കുട്ടികളുടെ നിലവാരം എങ്ങനെയാണെന്ന് കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഒരുപോലെ മനസ്സിലാവുന്ന രീതിയിൽ കീപ്പ് ചെയ്യാം. സോ പിന്നെ നാഷണൽ ഗോൾസിന്, അതായത് നമ്മളിപ്പോ ഓരോ നാഷണൽ പോളിസീസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ 1986 1968 അതിന്റെ ഫ്രെയിം വർക്കിനനുസരിച്ച് സ്കൂളുകളുടെ നിലവാരം അല്ലെങ്കിൽ എഡ്യൂക്കേഷന്റെ നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ട് ഉള്ള പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഈ CBSE അത്രയും ക്വസ്റ്റ്യൻ വന്നിട്ട് കണ്ടിട്ടില്ല, പക്ഷെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്ന് മീൻസ് നമ്മൾ ഓപ്ഷനിൽ കൺഫ്യൂസ് ചെയ്യാനൊക്കെ NIOS ചോദിച്ചിട്ടുണ്ട്. NIOS വാസ് എസ്റ്റാബ്ലിഷ് ഇൻ 1989. അപ്പൊ ഇതെന്നാ എസ്റ്റാബ്ലിഷ് ചെയ്തത്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. 1989 എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഒരു ഓട്ടോണമസ് ബോഡിയാണ്. പിന്നെ അത് ഏതിന്റെ അണ്ടറിലാണ് വന്നിട്ടുള്ളതെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, അതായത് എഡ്യൂക്കേഷൻ മാനേജ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് MHRD. പിന്നെ ദിസ് ബോർഡ് മീറ്റ്സ് ദ എഡ്യൂക്കേഷണൽ നീഡ്സ് ഓഫ് സ്റ്റുഡൻസ് ഹു കനോട്ട് അറ്റൻഡ് റെഗുലർ സ്കൂൾ. അതായത് ഓപ്പൺ സ്കൂളിംഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്ന് പറഞ്ഞാല് ഈ റെഗുലർ സ്കൂളിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്ക്, അതായത് ഈ ട്രൈബൽ ഏരിയ എന്നുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ എന്താണ് കുറച്ച് എന്തെങ്കിലും കാരണം കൊണ്ട് പഠിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് ഇതൊരു മീഡിയം ആയിട്ട് ഉപയോഗിച്ച് പഠിക്കാൻ പറ്റും. So NIOS is providing a number of vocational, life enrichment and community-oriented courses besides general academic courses at secondary and senior secondary level. അപ്പോ ഈ സെക്കൻഡറി ആൻഡ് സീനിയർ സെക്കൻഡറി ലെവലിൽ, അതായത് സെക്കൻഡറി എന്ന് പറഞ്ഞാല് 8 to 10 നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി. പിന്നെ സീനിയർ സെക്കൻഡറി എന്ന് പറഞ്ഞാല് 10 to 12. അപ്പം ആ ഒരു റേഞ്ചിൽ ഇവരെന്ത് കൊടുക്കുന്നുണ്ട്, വൊക്കേഷണൽ കോഴ്സ് കൊടുക്കുന്നുണ്ട്, ജനറൽ അക്കാഡമിക് കോഴ്സസ് കൊടുക്കുന്നുണ്ട്. ദെൻ ഇതിന്റെ 4ാമത്തെ പോയിന്റാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും ഏറ്റവും യുണീക്ക് ആയിട്ടുള്ളതും. ഇതിനകത്ത് ആർക്ക് വേണമെങ്കിലും ബോർഡ് എക്സാമിനേഷന് അപ്പിയർ ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ സ്പോർട്സ് പേഴ്സൺ. അതായത് ഈ സ്പോർട്സിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, റെഗുലർ ആയിട്ട് സ്കൂൾ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓരോരോ നാഷണൽ പ്രോഗ്രാംസിന് അതിനൊക്കെ പോകുന്നതുകൊണ്ട് അവർക്ക് കറക്റ്റ് സ്കൂൾസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് അവർക്കും പിന്നെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്കും മീൻസ് പല സമയത്തും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. സ്കൂള് നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തുമാത്രം നമ്മുടെ കോളേജസും സ്കൂൾസും ആക്സസിബിൾ ആണെന്ന് കണ്ടാൽ മനസ്സിലാവും. RPWD ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് മീൻസ് ആക്ട് ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും നമുക്കറിയാം മീൻസ് കുട്ടികൾക്ക് റാമ്പോ റെയിലോ ഡക്ടൈൽ ഫ്ലോർ പോലും ഇല്ലാത്ത അവസ്ഥയുണ്ട് നമ്മുടെ ഓരോരോ കോളേജസിലും സ്കൂളിലും ഒക്കെ. സോ അങ്ങനത്തെ ഉള്ള കുട്ടികൾക്കും ഈ ഒരു NIOSന്റെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഇതിനകത്ത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടതെന്ന് പറഞ്ഞാല് ഇതിന്റെ ഇയർ ആണ്. അത് കഴിഞ്ഞിട്ട് ഇത് ആർക്കൊക്കെ യൂസ്ഫുൾ ആവും, ഇതാണ് നിങ്ങൾ ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടുള്ളത്. പിന്നെ CDAC എന്ന് പറഞ്ഞാല് സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ് കമ്പ്യൂട്ടിംഗ്. ഇതാണ് CDACന്റെ ഫുൾ ഫോം. ഈ CDAC അധികം ആയിട്ട് ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നെക്സ്റ്റ് സ്ലൈഡിൽ CDACന്റെ അണ്ടറിൽ വരുന്ന പ്രൊജക്ട്സിനെ പറ്റി പറയാം. ഇത് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഇറ്റ് ഫോക്കസസ് ഓൺ റിസർച്ച് ഇൻ IT, ഇലക്ട്രോണിക്സ് ആൻഡ് റിലേറ്റഡ് ഏരിയാസ്. CDAC plays a key role in IT revolution in India by building skills in new technology and creating useful IT products and solutions for various sectors. അതായത് നമ്മുടെ ഇപ്പൊ ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അവനൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യണം, അങ്ങനെ ഉണ്ടെങ്കിൽ സോറി ഗൈസ്, അതല്ല CDAC അതല്ല, സോറി. ഇറ്റ് ഫോക്കസ് ഓൺ റിസർച്ച് ഇൻ IT, ഇലക്ട്രോണിക്സ് ആൻഡ് റിലേറ്റഡ് ഏരിയ. ഇത് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്ന പറഞ്ഞാല് നമ്മുടെ ഈ ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് സംബന്ധമായിട്ടുള്ള ഏരിയസിന്റെ റിസർച്ച് ആണ്. നമ്മൾ മുന്നേ ഒരു ക്ലാസ്സിൽ ലാസ്റ്റ് ക്ലാസ്സിൽ
പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി ഡൽഹിന്റെ അണ്ടറിൽ വന്നിട്ടുള്ള ഒരു സെന്ററിനെ പറ്റി. അത് നിങ്ങൾ ഓർത്ത് വെക്കുക, അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ഈ സിഡാക്കിന്റെ അണ്ടറിൽ വന്നിട്ടുള്ള പ്രോജക്ട്സിനെ പറ്റി പഠിക്കാം. എന്ന് പറഞ്ഞാല് ഇവിടെ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് അധികം എക്സാമിനൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങളിത് പഠിച്ചു വെച്ചിരുന്നാല് നിങ്ങൾക്ക് ഇൻ കേസ് എക്സാമിന് വരാണെങ്കിൽ എഴുതാൻ പറ്റും. എന്ന് പറഞ്ഞാല് ഫസ്റ്റ് വൺ ഈസ് പരം. പരം എന്ന് പറഞ്ഞാൽ എ സീരീസ് ഓഫ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. ഇന്ത്യ ഡെവലപ്പ് ചെയ്ത ഒരു സീരീസ് ഓഫ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനെ പറയുന്ന ഒരു കളക്റ്റീവ് പേരാണ് പരം. പിന്നെ അൻവയ, പിന്നെ നമ്മുടെ ജനറ്റിക് ഇൻഫർമേഷൻ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കുന്ന ഒരു ടൂളാണ് അൻവയ എന്ന് പറഞ്ഞാല്. പിന്നെ നൈംസ്കേപ്പ് എന്ന് പറഞ്ഞാല് നമ്മളെ ആധാർ ഐ ഡി സിസ്റ്റത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെർച്ച് എഞ്ചിനാണ്. പിന്നെ മൂന്നാമത്തെ ഗരുഡ എന്ന് പറഞ്ഞാൽ നാഷണൽ പ്രൊജക്ട് ദറ്റ് കണക്ട്സ് കമ്പ്യൂട്ടേഴ്സ് അക്രോസ് ഇന്ത്യ ടു ഷെയർ കമ്പ്യൂട്ടിംഗ് പവർ. അതായത് ഗ്രിഡ് കമ്പ്യൂട്ടിംഗ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു സയന്റിസ്റ്റ് ഇപ്പൊ ക്യാൻസറിനെ പറ്റി പഠിക്കുന്ന ഇപ്പൊ ഫോർ എക്സാമ്പിൾ ജിപ്മറിൽ ക്യാൻസറിനെ പറ്റി പഠിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് വെച്ചോളൂ, ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ്. അപ്പം അവർക്ക് ഈ ക്യാൻസർ പേഷ്യന്റിന്റെ ഡേറ്റ ഇപ്പൊ എയിംസ് ആയിട്ട് ഷെയർ ചെയ്യാൻ, അല്ലെങ്കിൽ വേറെ ഒരുപാട് എയിംസ് ഉണ്ടല്ലോ, അപ്പൊ അതുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഗരുഡ സിസ്റ്റം വെച്ച് പറ്റും. ദെൻ അതായത് അവര് പല സ്ഥലത്തിരുന്ന് വർക്ക് ചെയ്യേണ്ട ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിലൂടെ അവർക്ക് പരസ്പരം ഡേറ്റ ഷെയർ ചെയ്യാൻ പറ്റും. ദെൻ ടാക്സോ, ഗ്രിഡ്, ജിസ്റ്റ് ആൻഡ് ദർപ്പൺ. ഇതൊക്കെ നിങ്ങൾ വായിച്ചു വെച്ചിരുന്നാൽ മതി. എന്താ അധികം ഇമ്പോർട്ടന്റ് അല്ല. പിന്നെ ഇത് ഇനി കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. മീൻസ് നിങ്ങൾ ഓർത്ത് വെച്ചിരുന്നാൽ മതി, അത്ര പറയത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഈ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യം, അപ്പൊ നമുക്കത് സ്കിപ്പ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് ചോദിച്ചാല് എഴുതാതിരിക്കുകയും ചെയ്യരുത്. സോ CIT എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് NCERT പാർട്ടാണ്. അത് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഓ CIET. ഈ CIET ആണ് എന്തിനാ മാനേജ് ചെയ്യുന്നത്? നാഷണൽ റെപ്പോസിറ്ററി ഓഫ് ഓപ്പൺ എഡ്യൂക്കേഷൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുന്നത്. അപ്പോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ CIT എന്ന് പറഞ്ഞാൽ NCERT തന്നെ ഒരു ബോഡിയാണ്. അത് ഫോം ചെയ്തേക്കുന്ന 1984-ലാണ്. അത് അതിന്റെ പഴയ രണ്ട് ഡിപ്പാർട്ട്മെന്റ്സിനെ മെർജ് ചെയ്തിട്ടാണ് നമ്മുടെ രൂപീകരിച്ചേക്കുന്നത്, CIT രൂപീകരിച്ചേക്കുന്നത്. ആ ഡിപ്പാർട്ട്മെന്റ്സിന്റെ പേര് ലൈക്ക് ഇമ്പോർട്ടന്റ് അല്ല, ഞാൻ പിന്നെ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് നിങ്ങൾ ചോദിക്കുമെന്ന് വിചാരിച്ചിട്ട് ആഡ് ചെയ്തതാണ്. സെന്റർ ഫോർ എഡ്യൂക്കേഷണൽ ടെക്നോളജി, പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടീച്ചിങ് എയ്ഡ്സ്. ഇത് രണ്ടും മെർജ് ചെയ്തിട്ടാണ് പിന്നെ CIT ആക്കി മാറ്റിയത്. CIT എന്താണ്? NCERT പാർട്ടാണ്. 1984-ലാണ് ഫോം ചെയ്തത്. ഇതിന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറഞ്ഞാല് ടു പ്രൊമോട്ട് ദ യൂസ് ഓഫ് എഡ്യൂക്കേഷണൽ ടൂൾസ് ലൈക്ക് റേഡിയോ, TV, സാറ്റലൈറ്റ് ആൻഡ് ഇന്റർനെറ്റ് ടു ഇംപ്രൂവ് ലേണിംഗ് ഇൻ സ്കൂൾസ്. അതായത് നമ്മുടെ ഈ ടൂൾസ് വെച്ച്, റേഡിയോ, TV അല്ലെങ്കിൽ സാറ്റലൈറ്റ് വെച്ചിട്ട് കുട്ടികൾക്ക് എന്ത് കൊടുക്കുക? എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ മെത്തേഡ്സ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യുക. ബേസിക്കലി അവർക്ക് ഈ TV വഴിയും റേഡിയോ വഴിയും എഡ്യൂക്കേഷണൽ കണ്ടന്റ് കൊടുക്കുക. അതാണ് ഈ CIET പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല്. ടു ഗൈഡ് ആൻഡ് സപ്പോർട്ട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി. അതായത് ഈ സെൻട്രൽ CIET സ്റ്റേറ്റിലെ കൗണ്ടർ പാർട്ടാണ് എന്ത്? സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി എന്ന് പറഞ്ഞാല്. അപ്പം ഈ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജീസിനെ എന്തിനെ ഹെൽപ്പ് ചെയ്യാ? ഈ ICT പോളിസീസ്, അതായത് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി പോളിസീസ് ഈ സ്കൂൾസിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ സഹായിക്കാം. പിന്നെ ഇതിന്റെ ഫങ്ഷൻസ് ഞാൻ കുറച്ച് സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഫസ്റ്റ് വൺ ഹെൽപ്പ് സ്റ്റുഡൻറ് ഗ്രാമർ മിസ്റ്റേക്ക് ആണ്. ലേൺ ബെറ്റർ യൂസിങ് വീഡിയോസ്, അനിമേഷൻസ് ആൻഡ് ആപ്സ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ടീച്ചേഴ്സിന് പുതിയ ടീച്ചിങ് ടൂൾസ് പഠിപ്പിച്ചു കൊടുക്കുക. അതായത് നമുക്കറിയാം, ചില സമയത്ത് പ്രൈമറി സ്കൂളിലെ ടീച്ചേഴ്സിനൊന്നും ചിലപ്പോൾ ഇപ്പോഴത്തെ ടീച്ചേഴ്സിന് അറിയായിരിക്കും, പക്ഷെ പണ്ടുള്ള ടീച്ചേഴ്സിനൊന്നും ലൈക്ക് എന്തറിയത്തില്ല, എങ്ങനെ ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യേണ്ടതെന്ന്, അല്ലെങ്കിൽ ഏതൊക്കെ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഏതൊക്കെ വെബ്സൈറ്റ് കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കാമെന്ന് അവർക്കറിയത്തില്ല. അപ്പോൾ ഇതുപോലത്തെ ടീച്ചിങ് ടൂൾസ് മീൻസ് ലേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ എന്തിനെ കൊണ്ട് പറ്റും? ഈ CIET ഇമ്പാർട്ട് ചെയ്യാൻ പറ്റും. ദെൻ മേക്സ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ അവൈലബിൾ ടു ചിൽഡ്രൻ ഇൻ റിമോട്ട് ഏരിയാസ് ത്രൂ ഡിജിറ്റൽ കോണ്ടന്റ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ റേഡിയോ, കാരണം TV എല്ലാ സ്ഥലത്തും മീൻസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് റേഡിയോ വഴി, TV വഴി കുട്ടികൾക്ക് എന്താ ഡിജിറ്റൽ കോണ്ടന്റ് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ
വർക്ക്സ് ഓൺ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി അല്ലെങ്കിൽ ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റി അവർക്കും കൂടി എഡ്യൂക്കേഷൻ കിട്ടാനുള്ള രീതിയിൽ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എഡ്യൂക്കേഷനാണ് ഈ CIET എയിം ചെയ്യുന്നത്. പിന്നെ ഇത് CITനെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാന്ന് പറഞ്ഞാല് നിങ്ങൾ മുന്നേ ഏതെങ്കിലുമൊക്കെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒരു സെപ്പറേറ്റ് പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കും. അവിടെ റെക്കോർഡ് യൂട്യൂബ് അല്ലാതെ വേറെ പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കും. എന്താണ് ഈ എഡ്യൂക്കേഷണൽ കണ്ടന്റ് റെക്കോർഡ് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോമാണ് ദീക്ഷ. ഇത് CITന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണ്, അതിന്റെ അണ്ടറിലുള്ളതാണ്. ദെൻ PM-eവിദ്യ. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെച്ചേക്കുക. പിന്നെ CITയിൽ ഇതാണ് ഇമ്പോർട്ടന്റ്, വേറെ പ്രത്യേകിച്ചില്ല. പിന്നെ നമ്മുടെ ഒരു എഡ്യൂക്കേറ്റർ ഈ ഇഫ്ലൂല പഠിക്കുന്നത്, അപ്പം അത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ CIEF സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ്, ഇപ്പം നമ്മുടെ ഇഫ്ലു എന്ന് പറയും. നമ്മുടെ മാളവികണങ്ങൾക്ക് റിസർച്ച് എടുത്ത ആള് അവിടെ മീൻസ് അണ്ടർ ഗ്രാജുവേഷൻ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് പ്രധാനമായിട്ടും ഇംഗ്ലീഷും അതുപോലെ തന്നെ ഫോറിൻ ലാംഗ്വേജസും പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ്. അത് സ്റ്റാർട്ട് ചെയ്തത് ഹൈദരാബാദിലാണ്. 1958 സ്റ്റാർട്ട് ചെയ്തത്. ഇൻ 1972 ഇറ്റ് ആഡഡ് ഫോറിൻ ലാംഗ്വേജ് ലൈക്ക് ജർമ്മൻ, റഷ്യൻ, ഫ്രഞ്ച് ആൻഡ് ഗോട്ട് ഇറ്റ്സ് ന്യൂ നെയിം. 1972 ഇതിന് പുതിയ പേര് കിട്ടിയത്. സോ ഇതൊക്കെ ജസ്റ്റ് സിമ്പിൾ പോയിന്റ് ആണ്, നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇതിന്റെ ക്യാമ്പസ് എവിടെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്, എന്തൊക്കെ ലാംഗ്വേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇംഗ്ലീഷും ഫോറിൻ ലാംഗ്വേജസ് ആണ് ഇവിടുത്തെ മെയിൻ എയിം എന്ന് പറഞ്ഞാൽ. ഇതിന്റെ മെയിൻ ക്യാമ്പസുകൾ വരുന്നത് നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ ഏത് ഇയർ ആണ്, ഏത് ഇയറിലാണ് പേര് മാറിയത്, ഇത് ഇത്രയും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. സോ ഇനി ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാംസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷനിൽ പ്രധാനപ്പെട്ട പ്രോഗ്രാംസിനെ പറ്റിയാണ്. ഫസ്റ്റ് വൺ നിധി, നാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ ഡിസൈൻ ഇന്നോവേഷൻ. ഇത് ഡിസൈൻ ഇന്നോവേഷൻ ലോഞ്ച് ചെയ്ത വർഷം 2014 ആണ്. ഈ സ്കീം എന്ന് പറഞ്ഞാൽ the scheme envisaged establishment of 20 design innovation centers, one open design school, one national design innovation network across the country for promoting culture of innovation, design and creative problem solving. അപ്പൊ എന്താണ് ഈ ഡിസൈൻ ഇന്നോവേഷൻ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ തന്നെ കുട്ടികൾക്ക് എന്ത് ചെയ്യുക, ഓരോരോ പ്രോബ്ലംസിന് സൊല്യൂഷൻ ആയിട്ട് ഓരോരോ പ്രൊഡക്ട്സ് ഇന്നോവേറ്റ് ചെയ്യുക. നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിന്റെ അണ്ടറിൽ ഇന്നോവേഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. The objective of the scheme is to promote culture of innovation and creative problem solving. അപ്പം അതായത് മീൻസ് ഇപ്പം ഒരു സ്ഥലത്ത് നമ്മൾ എന്താ പറയാ, സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ വാഷിംഗ് മെഷീൻ തന്നെ എടുക്കാം. ആൾക്കാർക്ക് തുണി കഴുകാൻ ഭയങ്കര പാടായ കൊണ്ട് എന്ത് ചെയ്തു, വാഷിംഗ് മെഷീൻ കണ്ടുപിടിച്ചു. അതുപോലെ എന്തെങ്കിലും റിയൽ ലൈഫ് പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിക്ക് ഒരു പുതിയ പ്രൊഡക്റ്റ് ഇന്നോവേറ്റ് ചെയ്യാം. സോ നമുക്ക് കറന്റ്ലി 20 DICs ആണുള്ളത്, അതായത് ഡിസൈൻ ഇന്നോവേഷൻ സെന്റേഴ്സ് ആണുള്ളത്. അതിന് ലൈക്ക് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള രീതിയിൽ ഞാൻ കൊടുത്തത് NIT കാലിക്കറ്റും പിന്നെ CET ആണ്. CET നമ്മുടെ ട്രിവാൻഡ്രത്ത് ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ്. അപ്പം ഇവിടെ രണ്ട് എക്സാമ്പിൾ ആയിട്ട് ഞാൻ കൊടുത്തത് ഏകദേശം 20 DICs ഉണ്ട്. സോ ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, നിങ്ങൾക്ക് വായിച്ചു നോക്കാം എവിടെയൊക്കെയാണ് DIC ഉള്ളത് അല്ലെങ്കിൽ ഓപ്പൺ ഡിസൈൻ സ്കൂൾ ഉള്ളത് എന്നൊക്കെ താഴത്തെ പോയിന്റിൽ കൊടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതെന്നാ വന്നത്, എന്താണ്, അത് മാത്രം ആലോചിച്ച് വെച്ചിരുന്നാൽ മതി, കാരണം എക്സാമിന് ചോദിച്ച് കണ്ടിട്ടില്ല. ഇതുപോലെ തന്നെ നാഷണൽ റിസർച്ച് പ്രൊഫസർഷിപ്പ് NRPയും എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചും കണ്ടിട്ടില്ല. പക്ഷെ എന്തായാലും സിലബസിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾ പഠിക്കണം. അപ്പൊ ഇതെന്ന് പറഞ്ഞാല് ഒരു പ്രത്യേക ഡിസിപ്ലിനിൽ നന്നായിട്ട് എക്സലേറ്റ് ചെയ്ത ടീച്ചേഴ്സിന് കൊടുക്കുന്ന ഒരു ഓണർ ആണ് നമുക്ക് എന്ത് പറയുന്നത്, നാഷണൽ റിസർച്ച് പ്രൊഫസർഷിപ്പ് എന്ന് പറയുന്നത്. ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാഡ് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ദ സ്കീം ഓഫ് നാഷണൽ റിസർച്ച് പ്രൊഫസർഷിപ്പ് ഇൻ 1949. അപ്പൊ നാഷണൽ പ്രൊഫസർഷിപ്പ് ഏത് ഇയറിലാണ് വന്നത്, 1949 ആണ്, നിങ്ങൾ ഓർത്തു വെക്കണം. ടു ഓണർ ഡിസ്റ്റിംഗ്വിഷ്ഡ് അക്കാഡമിക് സ്കോളേഴ്സ് ആൻഡ് റെക്കഗ്നിഷൻ ഓഫ് ദർ കോൺട്രിബ്യൂഷൻ ടു നോളജ്. അതായത് നോളജ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നോളജ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം PhD ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താ ചെയ്യുന്നത്, നോളജ് പ്രൊഡക്ഷൻ എന്ന് പറയാം. ഒരു പേപ്പർ എഴുതുന്ന സമയത്ത് അതിനെ നോളജ് പ്രൊഡക്ഷൻ എന്ന് പറയാം. സെമിനാർ അവതരിപ്പിക്കുന്ന സമയത്ത് ഇതൊക്കെ നോളജ് പ്രൊഡക്ഷൻ ആണ്. അപ്പം അത്രയും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള, ബുക്ക് എഴുതിയിട്ടുള്ള, അങ്ങനെ ഉള്ള ആൾക്കാരെ ഓണർ ചെയ്യുന്ന
ഒരു സ്കീമാണ് നാഷണൽ റിസർച്ച് പ്രൊഫസർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ക്രൈറ്റീരിയ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 65 വയസ്സിന് മുകളിലായിരിക്കണം, റിട്ടയർഡ് ആയിട്ടുണ്ടായിരിക്കണം, പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. നമുക്കിതിനകത്ത് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് പേരുണ്ട്. നാഷണൽ മീൻസ് റിസർച്ച് പ്രൊഫസർഷിപ്പ് കിട്ടിയ ആൾക്കാർ, സിയന റാവു, റൊമീല താപ്പർ, അമർത്യ സെൻ, ഇതൊക്കെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള പേരാണ്. അവർക്കൊക്കെ NRT കിട്ടിയിട്ടുണ്ട്. സോ ഇത് നിങ്ങൾ ഈ ഈ ഈ പേരൊക്കെ കുറച്ച് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ PMRF എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ എഞ്ചിനീയറിംഗ് കോളേജസിൽ, അതുപോലെ MBBS, ഇതിലൊക്കെ റിസർച്ച് ചെയ്യുന്ന, അതായത് PhD നോക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു മോണിറ്ററി സപ്പോർട്ടാണ്. ജസ്റ്റ് ലൈക്ക് JRF-നെക്കാട്ടി അധികം എമൗണ്ട് കിട്ടും. ഇത് പ്രധാനമായിട്ടും സോഷ്യൽ സയൻസ് ഡിസിപ്ലിന് കിട്ടാറില്ല. പക്ഷെ ഈ എഞ്ചിനീയറിംഗ്, ടെക്നോളജി, MBBS അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നല്ല അക്കാഡമിക്കലി നല്ല നന്നായിട്ട് പെർഫോം ചെയ്ത കുട്ടികൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇത് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ ക്രൈറ്റീരിയ ഉണ്ട്. 8.0 അത്രയും CGPA വേണം. പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിൽ വരുന്ന സമയത്ത് 9 വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിങ്ങൾക്ക് PhD ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് IIT-ല്, ICER-ല്, IISc-ല്, അതുപോലെ തന്നെ ടോപ്പ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ, NIT-ലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? PhD ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ല അടിപൊളി എമൗണ്ട് കിട്ടും. അതായത് 30s ആണ് നമുക്ക് JRF കിട്ടുന്ന പോലത്തെ പൈസയില്ല, കുറച്ചുകൂടി ഒരുപാട് അധികം എമൗണ്ട് കിട്ടും. അതാണ് ഈ PMRF-ന്റെ പ്രത്യേകത. ഈവൻ ഇഫ് നിങ്ങൾക്ക് JRF ഉണ്ടെങ്കിലും സ്റ്റിൽ യു ക്യാൻ അപ്ലൈ. പക്ഷേ സോഷ്യൽ സയൻസ് ഡിസിപ്ലിനിൽ കൊടുക്കുന്നില്ലെന്നാണ് എൻ്റെ അറിവ്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിച്ചതാണ്. സോ ഇല്ല, ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ് അല്ല പഠിപ്പിച്ചത്. ഓക്കെ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. അപ്പൊ എന്താന്ന് നോക്കാം. ഇത് നിങ്ങൾ എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. ഇതിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പട്ടം കിട്ടിയിട്ടുള്ളത്, അത് നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. കാരണം ഇത് മാച്ച് ദ ഫോളോയിങ്ങിനും അല്ലാതൊക്കെ ചോദിച്ചിട്ടുണ്ട്. Institute of Eminence is a scheme launched by the government and initiated by UGC. അതായത് UGC ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനിഷ്യേറ്റ് ചെയ്ത ഒരു സ്കീമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ് എന്ന് പറഞ്ഞാല്. അത് 2014 യൂണിയൻ ബഡ്ജറ്റിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും 2017 ഇറ്റ് കെയിം ടു എക്സിസ്റ്റ്. അപ്പം 2017 അത് വന്നത്. The purpose behind this is to popularize the Indian higher institutes on international stage. അപ്പൊ ഇന്റർനാഷണൽ, നിങ്ങൾക്കറിയാമോ, നമ്മുടെ വേൾഡ് റാങ്കിങ് നോക്കുന്ന സമയത്താണെങ്കിൽ ആദ്യത്തെ 250-ലൊന്നും അധികം ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഒന്നും ഇല്ല. അപ്പം ആ ഒരു ലെവൽ അതിൽ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിന് ഒരു സ്ഥാനം വേണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലൂടെ സാധിക്കും എന്നുള്ള ഒരു വിചാരം വെച്ചിട്ടാണ് ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ദ പർപ്പസ് ബിഹൈൻഡ് ദിസ് ഇസ് ടു പോപ്പുലറൈസ് ദ ഇന്ത്യൻ ഹയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓൺ ദി ഇന്റർനാഷണൽ സ്റ്റേജ് ആൻഡ് ഹെൽപ്പ് ദം ടു ബിക്കം ടോപ്പ് ക്ലാസ് ടീച്ചിങ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അതായത് കുട്ടികൾക്ക് നന്നായിട്ട് മീൻസ് ലൈക് ടീച്ചിങ്, അതായത് കുട്ടികളെ നന്നായിട്ട് പഠിപ്പിക്കുക, അതുപോലെ റിസർച്ച് അത്രയും അടിപൊളിയായിട്ട് പ്രൊമോട്ട് ചെയ്യുക. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറഞ്ഞാല്. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് 10 പബ്ലിക് യൂണിവേഴ്സിറ്റീസും 10 പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിനുമാണ് ഈ IOE എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടാഗ് കൊടുക്കാനായിട്ട് ഈ ബഡ്ജറ്റ് പ്രകാരം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. സോ പക്ഷേ 10 പബ്ലിക് യൂണിവേഴ്സിറ്റീസിന് കിട്ടിയിട്ടുണ്ട്. പക്ഷെ 4 പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിന് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഒഫീഷ്യലായിട്ട് ആ ലെറ്റർ കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ ഞാൻ പഠിപ്പിക്കാം, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. So the aim of the scheme is to bring these institutes into the top 500 of world-class teaching and research institutes in the next 5 years. അതായത് 2017 വന്നു, 2017+5 2022 ആ ഒരു സമയം കൊണ്ട് ഈ ടോപ്പ് 500-ൽ യൂണിവേഴ്സിറ്റീസ് വരണം. പക്ഷെ വന്നിട്ടില്ല. ദ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി സ്കീം ആണ് ഞാനിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് സിമ്പിൾ പോയിന്റ്സ് ആണ്, ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി, അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഞാൻ ഈ റെഡ് ചെയ്തേക്കുന്ന മിസ് ചെയ്യരുത്. ഇത് പക്ഷെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇൻ ദ സെൻസ് ഈ 10 എണ്ണം, അതായത്
ഇത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ്. കാരണം IITs ആണ് മെജോറിറ്റി ആയിട്ട് അതിനകത്ത് കാണുന്നത്. 2 തൊട്ട് 7 വരെ നോക്കിയാൽ പിന്നെ ഒരു IISc ഉണ്ട്. IISc എന്തായാലും IISc ബാംഗ്ലൂർ ആണല്ലോ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് നിൽക്കുന്നത്. അപ്പൊ എന്തായാലും അത് ഒഴിവാക്കാൻ പറ്റത്തില്ല. പിന്നെ യൂണിവേഴ്സിറ്റി ഡൽഹി, DHU, പിന്നെ യൂണിവേഴ്സിറ്റി ഹൈദരാബാദ്. ഈ യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് മിക്ക ക്വസ്റ്റ്യനിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. മീൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസിൽ നോക്കുന്ന സമയത്ത് മിക്ക സമയത്തും നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് കാണാൻ പറ്റും. പിന്നെ ഇത് പ്രൈവറ്റ് ആണ് 4 എണ്ണം കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി ജാമിയ ഹംദർദ്, പിന്നെ അമൃത വിശ്വവിദ്യാപീഠം, ഇതൊക്കെ ഇതിന്റെ അണ്ടറിൽ വരേണ്ടതാണ്. പക്ഷെ ഒഫീഷ്യലായിട്ട് ലെറ്റർ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എന്തായാലും ഇത് മിസ് ചെയ്യരുത്, പഠിക്കണം. ഓക്കെ. So, which of the following universities is an institute of eminence? അപ്പൊ ഞാനിപ്പോ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് ആണ്. അത് വേറെ അപ്പീലില്ല, കാരണം ഞാൻ അവിടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. വിച്ച് ഓഫ് ദി ഫോളോയിങ് യൂണിവേഴ്സിറ്റീസ് ആർ ബീൻ റെക്കഗ്നൈസ്ഡ് ആസ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് എമിനൻസ്? നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും. LPD, RPS. നിങ്ങൾ കമന്റ് ചെയ്യണം, നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്യും. കാരണം നിങ്ങൾ കമന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ നിലവാരം അറിയാൻ പറ്റും. നിങ്ങൾ ബാക്കിയുള്ളവർ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് മനസ്സിലാവും. അപ്പം കുറച്ചുകൂടി പഠിക്കാനുള്ള മോട്ടിവേഷൻ കിട്ടും ബേസിക്കലി. സോ ബി ആണ് കറക്റ്റ് ആൻസർ. കാരണം എന്ന് പറഞ്ഞാല് ബനാറസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അമൃത വിശ്വവിദ്യാപീഠം എന്താണ്, അവർക്ക് ലെറ്റർ കിട്ടി, പക്ഷേ സോറി ലെറ്റർ കിട്ടിയില്ല, പക്ഷേ ബഡ്ജറ്റ് പ്രകാരം ഇവരെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പോയി നോക്കാം. ഞാൻ വെബ്സൈറ്റിൽ നിന്നാണ് ലിസ്റ്റ് എടുത്തത്. അതിനകത്ത് അമൃത വിശ്വവിദ്യാപീഠം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സോ അപ്പം എത്ര പേര് ആൻസർ ചെയ്തു? ഓക്കെ. അപ്പോൾ നിങ്ങൾ എന്തായാലും കുറച്ചുകൂടി നന്നായിട്ട് പഠിക്കുക. ചിലവർക്ക് ഈ ടോപ്പിക്ക് പുതിയ അറിവായിരിക്കും. അപ്പൊ എന്തായാലും നോക്കാം. സോ നമ്മുടെ പറഞ്ഞിട്ടുണ്ട്, അത് അതിന്റെ ആൻസർ ആണ്. സോ പിന്നെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ, ഈ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചു നോക്കേണ്ട കാര്യമേ ഉള്ളൂ. കാരണം ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടന്റ് അല്ല. പക്ഷെ നമുക്ക് കുറച്ചങ്ങോട്ട് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇത് സ്കിപ്പ് ചെയ്യാൻ പോവാണ്. അല്ലെങ്കിൽ ഈ 7 ദിവസം കൊണ്ട് ഇത് തീരത്തില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് സംശയം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്, സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആക്ട് പ്രകാരം സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് വന്ന കാര്യം. അതായത് 2009 സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആക്ട് പ്രകാരം ഏകദേശം 16 സെൻട്രൽ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഗോവയിൽ എന്തില്ല, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇതുവരെയ്ക്കും ഇല്ല. പക്ഷെ നമ്മൾ ജമ്മു കാശ്മീരിൽ നോക്കുകയാണെങ്കിൽ 2 ഡിവിഷൻ, ജമ്മു ആൻഡ് കാശ്മീരാണ്. അപ്പൊ ജമ്മുവിലും ഒന്നുണ്ട്, കാശ്മീർ ഡിവിഷനിലും ഒന്നുണ്ട്. പിന്നെ ഇത് ലാസ്റ്റ് പറയുന്ന പോയിന്റ് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഏതൊക്കെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ആണ് പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആയെന്നാണ് പറയുന്നത്. അത് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഗുരു ഘാസിദാസ്, ഡോക്ടർ ഹർസിംഗ്, പിന്നെ ഹേമാവതി നന്ദൻ ഭവന യൂണിവേഴ്സിറ്റി. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. കാരണം ഒരുപാട് മലയാളി സ്റ്റുഡൻസ് അവിടെ പോയി പഠിക്കാൻ, സോഷ്യൽ വർക്ക് പഠിക്കാൻ പ്രധാനമായിട്ടും പോകുന്നുണ്ട്. അതോടെ ഏകദേശം ക്ലാസ്സിൽ ഏകദേശം 40ഓളം പിള്ളേർ, ഞാൻ കേട്ടതാണ്, മലയാളികളാണെന്നാണ് കേട്ടത്. സോ അത് ഉത്തരാഖണ്ഡിലാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. പിന്നെ ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി, ട്രൈബൽ യൂണിവേഴ്സിറ്റിന്റെ കാര്യമായിട്ട് പറയാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഓരോരോ യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഒന്നീ സ്റ്റേറ്റ് ആക്ട് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു സെൻട്രൽ ആക്ട് ആയിരിക്കണം. അങ്ങനെ ആണ് യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി വന്നത് ബൈ ആൻ ആക്ട് ഓഫ് പാർലമെന്റ് ആണ്.
ആ ആക്ടിന്റെ പേരാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ആക്ട് എന്ന് പറയുന്നത്. അത് 2007 വന്ന ആക്ടാണ്, പക്ഷെ യൂണിവേഴ്സിറ്റി വന്നത് 2008 പിന്നെ ഇതിന്റെ ജൂറിസ്ഡിക്ഷൻ, അതായത് ഇതിന് എവിടെയൊക്കെ പ്രവർത്തിക്കാം എന്നുള്ളത് ഒരു പാൻ ഇന്ത്യ ലെവലിലാണ്. അതായത് ഇന്ത്യയിലെ എവിടെ നിന്ന് വേണോ കുട്ടികളെ എടുക്കാം, പഠിപ്പിക്കാം. The university extends to the whole country and it is fully funded by the central government. സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇത് ഫണ്ട് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും ഓർത്ത് വെക്കേണ്ട വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞാല് ഇതിന്റെ റിസർച്ച് ഇൻട്രസ്റ്റ് ആണ്. ഫസ്റ്റ് മീൻസ് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ പ്രൊമോട്ടിംഗ് avenues for higher education and research facilities for the tribal population of the country. ട്രൈബൽ പോപ്പുലേഷന് വേണ്ടിയിട്ട് റിസർച്ച് ഫെസിലിറ്റീസ് ഒരുക്കാം. പിന്നെ ഇതിന് റീജിയണൽ ക്യാമ്പസ് ഉണ്ട്, അത് സേനാപതിയിലാണ്. സേനാപതി മണിപ്പൂരിലാണ് ഇതിന്റെ റീജിയണൽ ക്യാമ്പസ് വരുന്നത്. പിന്നെ എന്തായാലും കുറച്ചധികം ഞാൻ ടോപ്പിക് ഇട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നിങ്ങൾക്ക് ഈ സ്വയം ഈ ടി മീൻസ് ICT പഠിപ്പിച്ചായിരുന്നു സ്വയം? സ്വയം പ്രഭ ഇതൊക്കെ പഠിപ്പിച്ചായിരുന്നു? ഞാൻ അത്യാവശ്യം ക്വസ്റ്റ്യനും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സ്വയം പ്രഭ. ആരെങ്കിലും പറഞ്ഞേ നിങ്ങൾക്ക് ഇത് പഠിപ്പിച്ചായിരുന്നോ? ഓക്കെ, ആരെങ്കിലും പഠിപ്പിച്ചായിരുന്നോ? ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. സോ എന്തായാലും ഇത് മീൻസ് എന്താ, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി ഞാൻ എന്തായാലും ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് മീൻസ് മാക്സിമം ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയെങ്കിലും തീർക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കാം. സോ സ്വയത്തിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. സ്വയം എന്ന് പറഞ്ഞാല് ഒരു മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സാണ്. അതെന്ന് പറഞ്ഞാല് നിങ്ങൾ ഇതിനോടകം പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഓൺലൈൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നതാണ് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് എന്ന് പറഞ്ഞാല്. സോ ഇതിനകത്ത് പ്രധാനമായിട്ടും പഠിക്കാനുള്ള 3 പോയിന്റ് എന്ന് പറഞ്ഞാല് സ്വയത്തിന്റെ പ്രിൻസിപ്പിൾസ് ആണ്. അതായത് ഇമ്പോർട്ടന്റ്, അതായത് അതിന്റെ കോർ പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞാല് ആക്സസ്, ഇക്വിറ്റി ആൻഡ് ക്വാളിറ്റി. പിന്നെ നിങ്ങൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നതെന്ന് പറഞ്ഞാല് ഇതിന്റെ ഫുൾ ഫോം ആണ്. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം വെച്ചാല് നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ ബാങ്ക് എടുത്ത് നോക്കിയിട്ട് സ്വയം എന്ന് ടൈപ്പ് ചെയ്താലും നിങ്ങൾക്ക് ഒരു 10-30 ക്വസ്റ്റ്യൻ എങ്കിലും സ്വയം എന്നുള്ള ഒരു ടേം തന്നെ കാണും. കാരണം ഇവൻ നിങ്ങൾ ഓരോരോ ക്വസ്റ്റ്യനിൽ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടും സ്വയം പ്രഭയം ഒക്കെ കൊടുക്കും. സോ യു ഷുഡ് ബി വെയർ. അപ്പൊ നിങ്ങൾ എന്തായിരിക്കണം, കുറച്ച് നോക്കി പഠിക്കണം ഇത്. അപ്പൊ ഇതിന്റെ എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ്, അത് വെരി ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദെൻ ഇറ്റ് ടാസ്ക് ദോസ് സ്റ്റുഡൻസ് ഹു കുഡ് നോട്ട് കംപ്ലീറ്റ് ദർ സ്റ്റഡീസ് ആൻഡ് പ്രൊഫഷണൽസ് ഹു വിഷ് ടു അപ്ഗ്രേഡ് ദർ നോളജ്. അതായത് പഠിത്തം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്കും പിന്നെ ഒരുപാട് ലൈക്ക് കുറച്ച് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയൊരു സബ്ജക്റ്റിൽ നോളജ് ഇമ്പ്രൂവ് ചെയ്യണം, അങ്ങനെയുള്ള പ്രൊഫഷണൽസിനൊക്കെ നമ്മുടെ സ്വയം വളരെ അധികം ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഇതിനകത്ത് പറയുന്ന അടുത്ത പോയിന്റ് മീൻസ് ഇതിനകത്ത് ഞാൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. ഇതെന്ന് പറഞ്ഞാല് 9ാം ക്ലാസ് മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള ക്ലാസ് റൂം ആണ് ഇതിനകത്ത് ടാർഗറ്റ് ചെയ്യുന്നത്. ഇത് ആർക്കും വേണം ആക്സസ് ചെയ്യാം, എവിടെ ഇരുന്നും ആക്സസ് ചെയ്യാം. സോ ടോട്ടൽ ക്ലാസ് റൂംസ് ഫ്രം 9th class till post graduation to be accessed by anyone, anywhere, at any time. So here courses from prestigious institutes are available online at free of cost. അതായത് നമ്മളിപ്പം IIT-ന്നോ IIM-ന്നോ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ഒരു കോഴ്സ് പഠിക്കുകയാണെങ്കിൽ നമ്മൾ അത്രയും വലിയ ഫീസ് നമ്മൾ കൊടുക്കേണ്ടി വരും. പക്ഷെ ഇതൊക്കെ ഓരോരോ യൂണിവേഴ്സിറ്റീസ് ഫ്രീ ആയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ലേണിംഗ് മെറ്റീരിയൽസും വീഡിയോ ലെക്ചേഴ്സും കൊടുത്തേക്കുന്നതാണ് നമ്മുടെ ഈ സ്വയത്തില്. അത്രയും എന്താ എഡ്യൂക്കേഷൻ അത്രയും ആക്സസിബിൾ ആക്കുക ചെയ്തേക്കുന്നത്. അതാണ് ഇതിന്റെ ഫംഗ്ഷനിൽ പറയുന്ന പോലെ ആക്സസിബിൾ ആണ്. പിന്നെ ഇക്വിറ്റി എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യണം, എല്ലാ റിമോട്ട് പാർട്ടിലുള്ള ആൾക്കാർക്കും പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ക്വാളിറ്റി കണ്ടന്റ് ആയിരിക്കണം. അതായത് IIT IIMസും പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടന്റിന്റെ ക്വാളിറ്റി നമുക്ക് ഊഹിക്കാമല്ലോ. The UGC has set guidelines allowing students to earn up to 40% of their course credits
ത്രൂ സ്വയം കോഴ്സ്. അതായത് ഇത് ഒരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ പഠിക്കും. എന്ന് പറഞ്ഞാല് ഇപ്പം ലൈക് ഞാനിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇഫ് എ സ്റ്റുഡന്റ് ഇസ് എൻറോൾഡ് ഇൻ ഫസ്റ്റ് സെമസ്റ്റർ വേർ ദി ടോട്ടൽ ക്രെഡിറ്റ്സ് ആർ 20, they can earn up to 8 credit. അതായത് 40 മീൻസ് 20ന്റെ 40% എന്ത് ചെയ്യാം, എങ്ങനെ ഏൺ ചെയ്യാം? സ്വയം കോഴ്സസിലൂടെ ഏൺ ചെയ്യും. അതായത് ഒരു സെമസ്റ്ററിൽ 20 ക്രെഡിറ്റ് ഉള്ള ഒരു കോഴ്സ് ആണെന്ന് വെച്ചോ. ഫോർ എക്സാമ്പിൾ സോഷ്യോളജി ഒക്കെ 20 ക്രെഡിറ്റ് ഉള്ള ഒരു കോഴ്സാണ് സോഷ്യോളജി, ഏതെങ്കിലും ചാപ്റ്റർ, ഏതെങ്കിലും ഒരു പേപ്പർ. അപ്പം ആ കുട്ടിക്ക് 8 ക്രെഡിറ്റ് എങ്ങനെ ഏൺ ചെയ്യാം? ഈ സ്വയത്തിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്, സ്വയത്തിൽ ഒരു കോഴ്സിന് എൻറോൾ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് കുട്ടിക്ക് 8 ക്രെഡിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഇതിനകത്ത് പറയുന്ന അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, പക്ഷേ അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് വെച്ചാല് ഈ സ്വയത്തിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്ന എല്ലാ കോഴ്സും എന്തല്ല, ക്രെഡിറ്റ് ബേസ്ഡ് അല്ല. ചില പർട്ടിക്കുലർ കോഴ്സസ് മാത്രമാണ് ക്രെഡിറ്റ് ബേസ്ഡ് ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, കാരണം ഇത് ഒരു ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുണ്ട്. ദി സ്വയം പ്ലാറ്റ്ഫോം വാസ് ഇനിഷ്യേറ്റഡ് ബൈ MHRD. അതായത് ഇപ്പം മിനിസ്ട്രി നാഷണൽ NEP പ്രകാരം മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അറിയപ്പെടുന്നു. അത് ഇനിഷ്യേറ്റ് ചെയ്തത് MHRD ആണ്, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. പിന്നെ ഇതും ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഡെവലപ്പ് ചെയ്തേക്കുന്ന ടെക്നോളജി പാർട്ട്ണറിന്റെ കാര്യമാണ്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. അത് എന്തായാലും നിങ്ങൾ അറിയണം, അത് മൈക്രോസോഫ്റ്റ് ആണ്. ഇത് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് സ്വയത്തിന്റെ പ്ലാറ്റ്ഫോം ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് പോയി കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിന്റെ ഞാൻ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യന് ചോദിച്ച രീതിക്ക് ഏതൊക്കെ ഇമ്പോർട്ടന്റ് പാർട്ട്, അങ്ങനെയാണ് ഞാൻ ഈ സ്ലൈഡ് ഇപ്പൊ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അപ്പം അതിനകത്ത് ഇവർ അഡോപ്റ്റ് ചെയ്തേക്കുന്ന, അതായത് സ്വയത്തിൽ എങ്ങനെയാണ് അവര് ലേണിംഗ് ഇമ്പാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് ഒരു 4 ക്വാഡ്രന്റ് മോഡലാണ്. 1 minute. I have 4 minutes left now. You take that too long. Yeah, fine. Thank you. Bye bye. Okay. ഓക്കെ, ഇതിനകത്ത് 4 ക്വാഡ്രന്റ് മോഡലാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ 4 ക്വാഡ്രന്റ് മോഡൽ എന്ന് പറഞ്ഞാല് ഒരു 4 കമ്പോണന്റ് ആണ്. ഫസ്റ്റ് ഒന്ന്, പക്ഷെ നിങ്ങളത് ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അവര് വീഡിയോ ലെക്ചേഴ്സ് കൊടുക്കും. സെക്കൻഡ് വൺ ഇസ് I already signed. സോ ഫസ്റ്റ് വൺ ഇസ് വീഡിയോ ലെക്ചേഴ്സ് ആണ്. സെക്കൻഡ് വൺ റീഡിംഗ് മെറ്റീരിയൽ ആണ്. തേർഡ് വൺ സെൽഫ് അസസ്മെന്റ് ആണ്. അതായത് ക്വിസ് കൊടുക്കും, ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യും. പിന്നെ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ ഡിസ്കഷൻ, കുട്ടികൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവും, അത് ഡിസ്കസ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത് എന്തായാലും ഓർത്ത് വെക്കുക, കാരണം ഇത് ഭയങ്കര സോറി വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മൈക്രോസോഫ്റ്റ് ആണ് ഇതിന്റെ ടെക്നോളജി പാർട്ണർ എന്ന് പറഞ്ഞാല്. പിന്നെ എല്ലാ കോഴ്സസും ക്രെഡിറ്റ് ബേസ്ഡ് അല്ല, ചില കോഴ്സസ് ആണ്. ഏകദേശം 40% ഓഫ് ദി എന്താണ് ക്രെഡിറ്റ് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികൾക്ക് സ്വയം വഴി ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ലൈക്ക് ഇതിന് ആൻസർ ഞാൻ ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. UGC മീൻസ് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് സ്ലൈഡിൽ ഉണ്ട്. ഇതിന്റെ ആൻസർ ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ക്വസ്റ്റ്യൻ എന്തായാലും നമുക്ക് ഇനി നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോകാൻ സമയമില്ല. അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യും. ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ബാക്കി ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങളിവിടെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എ എന്തായാലും നിങ്ങൾ കണ്ടുപിടിക്കും. എന്താണ് UGC CC എന്ന് പറയുന്ന സമയത്ത് തന്നെ UG ആൻഡ് PG ലെവൽ നോൺ ടെക്നിക്കൽ കോഴ്സസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. പക്ഷെ നിങ്ങളിവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ UGC PGക്കും CEC UGക്കും ആണ്. ഓക്കെ, അത് നിങ്ങൾ എന്തായാലും മറന്നു പോയത്. സെപ്പറേറ്റ് ആയിട്ട് UGC CEC അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കലുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എന്തായാലും ഓക്കെ.
സോ ഞാൻ പറഞ്ഞ പോലെ ഇതിന്റെ ആൻസറോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. UGC എന്ന് പറഞ്ഞാല് UGC CC എന്ന് പറഞ്ഞാല് UG PG ലെവലിൽ അല്ലെങ്കിൽ നോൺ ടെക്നിക്കൽ കോഴ്സസ് പഠിപ്പിക്കുന്ന പ്ലാറ്റ്ഫോമാണ്, എസ്പെഷ്യലി CEC. പിന്നെ NPTEL എന്ന് പറഞ്ഞാല് എഞ്ചിനീയറിംഗ് ടെക്നിക്കൽ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ്. കാരണം ഇത് ഞാൻ ഇവിടെ സ്കിപ്പ് ചെയ്ത് പോയി. ഞാൻ ആക്ച്വലി ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സ്ലൈഡ് എന്ന് പറഞ്ഞാല്. എന്തായാലും അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തായാലും പഠിക്കും. ദെൻ AICT സർട്ടിഫിക്കറ്റ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ ഇഗ്നോ നമുക്കറിയാം, ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ്. സെൽഫ് ബേസ്ഡ് ലൈഫ് ലോങ് ലേണിംഗ് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ്. ഇപ്പോ ഇത് നിങ്ങൾ എന്തായാലും ഓർത്ത് വെച്ചേക്കും, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. AICT ഒക്കെ നമ്മൾ പഠിച്ചതാണ്, എന്തായാലും റിവൈസ് ചെയ്ത് നോക്കാം. ഓക്കെ. പിന്നെ ഇതിന്റെ ഫുൾ ഫോമിനെ പറ്റി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അവര് റാൻഡം ആയിട്ട് സ്വയം ഈസ് എ സോഴ്സ് വിത്ത് ആക്റ്റീവ് യങ് ആസ്പിറേഷണൽ മൈൻഡ്ഫുൾനെസ് ഒക്കെ തന്നിട്ടുണ്ട്. അത് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതൊന്നും അല്ല അതിന്റെ ആൻസർ. സ്വയം ഇസ് എ സ്റ്റഡി വെബ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്, അതെന്നുള്ളതാണ് എന്റെ ഫുൾ ഫോം. അപ്പൊ തെറ്റിക്കരുത്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എൻ ഓഫ്ലൈൻ മെത്തേഡ് ഓഫ് ടീച്ചിങ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ മൂക്കും സ്വയം പ്രഭയൊക്കെ കണ്ടിട്ട് ചാടി കയറി ആൻസർ ചെയ്യരുത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ചോദിച്ചേക്കുന്നത് ഓഫ്ലൈൻ ആണ്, ഓൺലൈൻ അല്ല. അപ്പം ഓൺലൈൻ ടീച്ചിങ് മെത്തേഡിൽ യൂസ് ചെയ്തേക്കുന്നത് റിഫ്ലക്റ്റീവ് റിഫ്ലക്റ്റീവ് ആയിട്ടാണ് നമുക്ക് പറയാം. റിഫ്ലക്റ്റീവ് ടീച്ചിങ് മെത്തേഡാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇവിടെ ആൻസർ ആയിട്ട് പറയാൻ പറ്റുന്നത്. നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യും, ഈ ഇങ്ങനെ കൊടുക്കും, ഈ സ്വയം മൂക്ക് സ്വയം പ്രഭ അങ്ങനെ കൊടുക്കും. പക്ഷെ അതൊന്നും ആൻസർ ചെയ്യാൻ നിൽക്കരുത്. ഇത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ വരുന്നതാണ്, എന്നാലും ഞാൻ ഉൾപ്പെടുത്തിയതാണ്. സോ ഈ ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും സമയം കഴിഞ്ഞു. സോ given below are two statements. One is labeled as assertion. പിന്നെ ഒരു assertion reason question ആണ്. ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ MOOCs on the സ്വയം പോർട്ടൽ can be used for earning up to 40% credits per semester by students. അപ്പം ഈ അസേഷൻ കറക്റ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ അസേഷൻ കറക്റ്റ് ആണെന്ന് നമുക്കറിയാം. പിന്നെ all MOOCs on the സ്വയം പോർട്ടൽ are credit based. അതും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എല്ലാ കോഴ്സസും ക്രെഡിറ്റ് ബേസ്ഡ് അല്ല. അപ്പം ശരിയാണ്, 6 തെറ്റാണ്. പിന്നെ അടുത്ത സ്വയം പ്രഭയാണ്. പിന്നെ ഈ സ്വയം പ്രഭയില് ഈ ചാനൽസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഓർഡറിന് എഴുതാൻ വേണ്ടി, ഓർഡറിനല്ല, ഏത് ചാനൽ എന്താ പഠിപ്പിക്കുന്നത് എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തതാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കാം. പിന്നെ ഇത് അഗൈൻ ആ സെയിം ക്വസ്റ്റ്യൻ ആണ്, 40% ഓഫ് ക്രെഡിറ്റ്. പിന്നെ ഈ ഒരു PYQ എന്ന് പറഞ്ഞാല് വീഡിയോ ലെക്ചർ, ക്വിസ്, പിന്നെന്താ ഡിസ്കഷൻ, അങ്ങനെ ആ ഒരു 4 ക്വാഡ്രന്റ് മോഡലില്ലേ ഈ സ്വയത്തിന്റെ, അതിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഈ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി, ഈ യന്ത്ര വെർച്വൽ ലാബ്, ഇതൊക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. നാളെ പഠിക്കാം. ഇന്ന് ഇത്രേ ഉള്ളൂ. ഓക്കെ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എന്താ ചെയ്യാ, ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ ഇതിലിപ്പം ഉണ്ടോന്ന് അറിയത്തില്ല, നിങ്ങൾ ആരെങ്കിലും ഈ സോഷ്യൽ വർക്കിന്റെ മെറ്റീരിയലിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ കയ്യിൽ ഇപ്പൊ മെറ്റീരിയൽ ഇല്ല. മീൻസ് മെറ്റീരിയലൊക്കെ ഹാർഡ് കോപ്പി മീൻസ് കോപ്പീസ് ആയിട്ടുള്ളത്. പക്ഷെ അത് എന്റെ കയ്യിൽ ഇപ്പൊ ഇല്ല, ആ നാട്ടിലാണ്. അപ്പം ഷെയർ ചെയ്യാൻ വഴിയില്ല. ക്വസ്റ്റ്യൻ ബാങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നു സോഷ്യൽ വർക്കിന്റെ. സോ